ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പ്ലെൻഡർ ബൈക്കിൽ ഡിസ്ക് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഒരു സ്ക്രാപ്പിൻ്റെ അവിടെ വന്നതാണ്. അപ്പോൾ സാധനങ്ങൾ മൊത്തം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. വേണ്ട മൊത്തം സാധനങ്ങളും യൂണിക്കോണിൻ്റെ സ്റ്റെമ്മാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിലാണ് മൊത്തം ഡിസ്ക്, ഹബ്ബ്, അതിൻ്റെ ട്യൂബ്, മാസ്റ്റർ സിലിണ്ടർ, കാലിബർ അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 3000 രൂപേൻ്റെ ഉള്ളിലാണ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളത് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് യൂണിക്കോണിൻ്റെ സ്റ്റെമ്മാണ്. 2 ഓയിൽ സീലും പോയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഡാമേജ് അങ്ങനെ ഒന്നുമില്ല, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ സീല് മാത്രം പോയി. അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ കാലിബറും ഏകദേശം പോയിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ ഫുള്ള് തേഞ്ഞ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഓറിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടൈറ്റായിരിക്കും. അപ്പോൾ അത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് പുതിയ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഓവറോൾ വാങ്ങിച്ച സാധനം. ഏകദേശം ഒരു 3000 രൂപേൻ്റെ ഉള്ളിലേ ആയിട്ടുള്ളൂ. ഇതിലിപ്പോൾ ഡിസ്ക്, പ്ലേറ്റ്, അതിൻ്റെ ഹബ്ബ്, പിന്നെ മാസ്റ്റർ സിലിണ്ടർ അങ്ങനെ മൊത്തം സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഡിസ്ക് പ്ലേറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, ഹബ്ബും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിൽ വീലൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിലിപ്പോൾ വേറെ കിട്ടിയിരിക്കണത് അതിൻ്റെ പിനിയണം, പിന്നെ ഒരു സ്പേസർ, പിന്നെ അതിൻ്റെ സ്ക്രൂ, അത്ര തന്നെ ഉള്ളൂ. പിന്നെ കാലിബർ ഫുള്ള് പോയിരിക്കുകയാണ്. അതിൻ്റെ സ്ക്രൂ ഒന്നും അഴിക്കാൻ കിട്ടുന്നൊന്നുമില്ല. ബ്രേക്ക് പാഡ് ഫുള്ള് തേഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതും അതിൻ്റെ ഈ ചേഞ്ച് ചെയ്യണ കോസ്റ്റ് എല്ലാം കൂടി ഞാൻ ലാസ്റ്റ് പറയാം, എത്രയായി എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതിന് മാത്രമാണ് ഒരു കോസ്റ്റ്. ഇല്ലെങ്കിൽ പിന്നെ അതിനെ ഒന്ന് പരമാവധി നേരെയാക്കാൻ നോക്കും. ഇല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ടി വരും. വേറെ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതൊന്ന് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. ഒന്ന് വാഷ് ചെയ്ത് നോക്കണം. കുഴപ്പമില്ലാത്തൊരിതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇല്ല പറഞ്ഞാൽ പെയിൻറ്റ് ചെയ്യും. പിന്നെ ഓൾഡ് യൂണിക്കോണിൻ്റെ യൂസ് ചെയ്യണത് കുറച്ച് റിസ്ക്കാണ്. കാരണം അതിൻ്റെ ഓയിൽ സീലിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിലൊരു ഗുണം, ഇത് മുമ്പ് അതൊരു വണ്ടിയിൽ യൂസ് ചെയ്താണ്. അതുകൊണ്ട് ഹൈറ്റൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ഒരു 2 സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനം ഇതിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ചിലവില്ല. അല്ലെങ്കിൽ ഹൈറ്റിന് വേണ്ടി ഇനി ആ ഒരു സാധനം കൂടി വാങ്ങേണ്ടി വരും. പിന്നെ ഡിസ്ക് പ്ലേറ്റും കുഴപ്പമില്ല. അത്യാവശ്യം അതിന് അധികം തേയ്മാനമൊന്നുമില്ല. ഏകദേശം ഓക്കെയാണ്. ഇതിൽ ഉപയോഗിച്ച ഡിസ്ക് അല്ല, ഇത് പുറത്തുനിന്ന് വേറെ ഡിസ്ക് ഇതിൽ ആഡ് ചെയ്തതാണ്. അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഹബ്ബിൽ വേറൊരു ഡിസ്ക് ആയിരുന്നു, അത് നന്നായി തേഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെ ഇന്ന് അഴിച്ചിട്ട് ഇതിലങ്ങനെ വെച്ച് തന്നതാണ്. ഡിസ്ക് പ്ലേറ്റ്, ഹബ്ബ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒന്ന് പെയിൻറ്റൊക്കെ ചെയ്ത് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് പെയിൻറ്റൊക്കെ ചെയ്താൽ കറക്റ്റായിരിക്കും. ഹബ്ബും ഇതും കൂടി അങ്ങോട്ട് പെയിൻറ്റ് ചെയ്താൽ. പിന്നെ മാസ്റ്റർ സിലിണ്ടർ ഏകദേശം പോയി. അതിൻ്റെ വലിയ രീതിയിലൊന്നും വർക്കിംഗ് ഒന്നും അല്ല. അതൊന്നെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അതിൻ്റെ MC കിറ്റ് ഒന്ന് മാറ്റി നോക്കണം. എന്തായാലും ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആൾ ഫോർക്ക് ഓയിൽ സീലൊക്കെ മാറ്റി അതൊക്കെ ചേഞ്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാലിബർ ഫുള്ളായിട്ടൊന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. ഫുൾ അഴിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഏകദേശം എല്ലാം സെറ്റാക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആൾ സെറ്റാക്കുമ്പോഴേക്കും നമുക്ക് വീലൊന്ന് റെഡിയാക്കാം. വീലിൽ സ്പോക്കൊക്കെ സെറ്റ് ചെയ്തു. ഇനി ടയറും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് കാലിബർ വാങ്ങാം. അപ്പോഴേക്ക് സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് പറഞ്ഞത്. ആളെല്ലാം പക്കയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വരുമ്പോഴേക്കും ഓറിങ് കാര്യങ്ങളെല്ലാം മാറ്റി പിസ്റ്റണൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ നല്ല പക്കയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധികം ചിലവ് വന്നില്ല. പുതിയത് വാങ്ങുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇനി വീലും കൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ എല്ലാം ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ക്ലീനൊക്കെ ചെയ്ത് സെറ്റാക്കി പെയിൻറ്റൊക്കെ ചെയ്തു. ഡിസ്ക്, മാസ്റ്റർ സിലിണ്ടർ പക്കയാക്കിയിട്ടുണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല. ആൾ MC കിറ്റൊക്കെ മാറ്റി അത് അടിപൊളിയാക്കി സെറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ട്യൂബ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. ഇതാണ് അതിൽ വരുന്ന പാഞ്ച് ബോൾട്ട്. ട്യൂബ് കാര്യങ്ങളൊക്കെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചളിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ, ഓയിൽ അങ്ങനെ നിന്നിട്ട്. പിന്നെ ഫോർക്ക് ഓയിൽ സീല് കാര്യങ്ങളൊക്കെ മാറ്റി പക്കയാക്കി. ലീക്കൊന്നുമില്ല, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഡിസ്കിൻ്റെ 5 സ്ക്രൂ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല.
ഡിസ്കൊക്കെ പെയിൻറ്റ് ചെയ്ത് ബ്ലാക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്ക്രൂ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഴയത് എടുക്കുമ്പോൾ ഇത് പരമാവധി നോക്കുക ഉണ്ടോ ഇല്ലയോ എന്ന്. ചിലപ്പോൾ കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. കിട്ടും, എന്നാലും പഴയതിൽ തന്നെ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് തന്നെ നോക്കുക. ഇതും കുഴപ്പമില്ല, പിനിയണും വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, അതിൽ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അത് മാറ്റേണ്ടിയൊന്നും വരുന്നില്ല. അപ്പോൾ ഓവറോൾ ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഏകദേശം അപ്പോൾ കോസ്റ്റ് ഒരു 4500 അടുത്താണ് ആയിട്ടുള്ളത്. ലേബർ കാര്യങ്ങളും പിന്നെ ഈ ഓയിൽ സീല് കാര്യങ്ങൾക്കൊന്നും അധികം വിലയില്ല. അപ്പോൾ അതെല്ലാം കൂടി ചെറിയൊരു എമൗണ്ട്, മൊത്തത്തിൽ പാർട്സിൻ്റെയും പിന്നെ അത് ചെയ്യാനുള്ള എമൗണ്ട് എല്ലാം കൂടി ഡിസ്കിന് മാത്രം ഈ ഒരു എമൗണ്ടേ ആയിട്ടുള്ളൂ. അതെനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. എന്തായാലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫൈനലി വണ്ടിയെല്ലാം പക്കയായിട്ടുണ്ട്, വർക്കെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിംഗ് ബൈറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചൊക്കെ ഓടിച്ചൊക്കെ നോക്കി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്തോ ഒരു ചെറിയ ഇഷ്യൂ പറഞ്ഞാൽ ഈ ഒരു ഫോർക്ക് മറ്റേ സ്റ്റോക്കായിട്ടുള്ള സ്പ്ലെൻഡറിൻ്റെ സ്റ്റമ്മിൽ സൂട്ടാവില്ല, പെട്ടെന്ന് കയറില്ല. കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഹോള്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വരുമ്പോൾ ആക്സിലിൻ്റെ ക്ലിയറൻസും ചെറുതായിട്ടൊരു ഇഷ്യൂ വന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ സ്പേസർ കുറച്ചൊന്ന് വേറെ ഇട്ടിട്ടാണ് ശരി ആക്കിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടി ചെയ്യേണ്ടി വന്നു. ഡയറക്റ്റ് സൂട്ടാവണത് മേ ബി എൻ്റെ ഒരു ഇതിൽ പൾസർ, ഓൾഡ് മോഡൽ പൾസറിൻ്റെ ചിലപ്പോൾ സൂട്ടാവും. ഇനി യൂണിക്കോണിൻ്റെയാണ് ഡിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ ചെയ്യേണ്ടി വരും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.